നമ്മുടെ സാമൂതിരി തന്റെ സൈന്യത്തിലെ മുസ്ലിങ്ങൾക്കായി പട്ടാളം പള്ളി പണി കഴിപ്പിച്ചതുപോലെ ബ്രിട്ടീഷ് ഭടന്മാർക്കായി അവർ സ്ഥാപിച്ച പള്ളിയാണ് സെന്റ് മേരീസ് ഇംഗ്ലീഷ് ചർച്ച്. മലബാറിൽ പലയിടത്തും ഇംഗ്ലീഷ് പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ടത്രേ. നമ്മൾ പറയുന്നത് കോഴിക്കോട്ടെ ഇംഗ്ലീഷ് പള്ളിയെ കുറിച്ചാണ്. നമ്മളെ കനോലി സാഹിബ് ഉൾപ്പെടെ യുദ്ധത്തിലും കലാപത്തിലും പകർച്ചവ്യാധികളിലും മരിച്ച ഭടന്മാർ ഇവിടുത്തെ സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. 1864 പള്ളി സ്ഥാപിച്ചത്. ഏകദേശം 9,005 രൂപയ്ക്ക് പള്ളി പണിതു. 4,500 രൂപ സർക്കാർ നൽകി. 2,000 രൂപ പള്ളി കമ്മിറ്റി നൽകി. ബാക്കി പണം പൊതുജനങ്ങളിൽ നിന്ന് ശേഖരിച്ചു പോലും. ഇംഗ്ലണ്ടിലെ ഹൈ ആംഗ്ലിക്കൻ ചർച്ചിന്റെ മാതൃകയിൽ ഗോത്തിക് ശൈലിയിലാണ് പള്ളി പണിതത്. വാസ്തുഭംഗിയിൽ പള്ളി വേറെ ലെവലാണ്. ഇവിടെ പ്രാർത്ഥനകൾ ഇന്നും ഇംഗ്ലീഷിലാണെന്ന പ്രത്യേകതയുണ്ടെന്ന് മാത്രമല്ല, 135 ബ്രിട്ടീഷ് പ്രജകളുടെ വിവാഹവും 638 ബ്രിട്ടീഷ് കുട്ടികളുടെ ജ്ഞാനസ്നാനവും ഇവിടെ നടന്നിട്ടുണ്ട്. പൂർവികരുടെ അന്ത്യവിശ്രമ സ്ഥലം കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും ഇന്നും വിദേശികൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. അപ്പൊ കൂടുതൽ ഇംഗ്ലീഷ് പള്ളിയുടെ വിശേഷങ്ങൾ അറിയാവുന്നവർ കമന്റ് ചെയ്യുമല്ലോ. അപ്പൊ ശരി, പിന്നെ പാകലാം.